ആരെങ്കിലും പറയും ഇത് എ വെച്ചിട്ട് നിർമ്മിച്ചതെന്ന്? വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സിംഗർ എങ്ങനെയാണോ പാടുന്നത് ആ രൂപത്തിൽ നമുക്ക് സോങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതുപോലത്തെ സോങ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ രീതിയിൽ നമ്മുടെ സ്റ്റോറി അല്ലാതെ നമ്മളെ ക്രിയേറ്റിവിറ്റിയിൽ എങ്ങനെ സോങ് യൂട്യൂബിൽ കിട്ടിയിട്ട് നല്ല ക്യാഷ് ഉണ്ടാക്കാം. നിങ്ങളൊരു 10 വീഡിയോ അപ്ലോഡ് ചെയ്താൽ പറ്റിയിട്ട് അടിപൊളി സോങ് നിങ്ങൾക്ക് അപ്പം തന്നെ ഭയങ്കര വ്യൂസ് ആയിരിക്കും, ഭയങ്കര സബ്സ്ക്രൈബർ കയറും. മ്യൂസിക്കിൻ്റെ സോങ്ങിൻ്റെ ചാനൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് വ്യൂസ് വരുന്ന വീഡിയോസാണ്. കാരണം എന്നിട്ടുണ്ടെങ്കിൽ പാട്ട് പിന്നെ റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോങ് നിർമ്മിക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ലിറിക്സ് അറിയില്ല എന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഓൾറെഡി സോങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലിറിക്സ് അറിയത്തില്ല, എന്താണ് സോങ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൈൻഡിലുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ബാക്ക് പോകുന്നുണ്ട്. ബാക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്ററാണ് യൂസ് ചെയ്യാറ്. ട്രാൻസ്ലേറ്ററിൽ ഞാൻ പറയുന്നുണ്ട് ഇവിടെ എനിക്ക് നല്ലൊരു മലയാളം മാപ്പിളപ്പാട്ട് സോങ് ലിറിക്സ് തരാമോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചതാണ്, ലിറിക്സ് തരാൻ പറ്റുമോ. അപ്പം ഞാൻ ഓൾറെഡി കോപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു സോങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ChatGPT ലിറിക്സ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ChatGPT പോവാം. ChatGPT പോയിട്ട് ഇവിടുന്ന് നമ്മൾ ChatGPT പറയാം ഞാൻ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വളരെ വ്യക്തമായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓൾറെഡി ChatGPTയിലേക്ക് ഇതൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ മഞ്ഞ് വീണ രാവിൽ വീണ നേരം ഇങ്ങനത്തെ ഒരു നല്ലൊരു ലവ് സ്റ്റോറി സോങ് ആണ് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് ഓൾറെഡി ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എനിക്കൊപ്പം ജീവിക്കാൻ മാത്രം അങ്ങനത്തെ ഒരു ലവ് സോങ് ആകുമ്പോൾ മാപ്പിളപ്പാട്ടിലാണെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സിനിമ പാട്ടാ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഏകദേശം മാപ്പിളപ്പാട്ടാണ് കൂടുതൽ കേൾക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, മാപ്പിളപ്പാട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി മാപ്പിളപ്പാട്ടിൻ്റെ ലിറിക്സ് ഓൾറെഡി എടുത്തിട്ട് വരും. അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഫുള്ള് കോപ്പി ചെയ്തെടുക്കണം കേട്ടോ. എന്താണ് വേണ്ടത് അതൊക്കെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കോപ്പി എടുക്കാൻ പറഞ്ഞ കാര്യം എന്താണെങ്കിൽ മഞ്ഞ് വീണ രാവിലെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മ്യൂസിക് പോയിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂസിക് അടക്കം നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ഓൾറെഡി എടുത്തിരിക്കുന്നു. അതിന് ശേഷം നിങ്ങൾ ഇവിടെ ക്രോം ബ്രൗസറിൽ പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ലാബ്സ് അടിക്കണം കേട്ടോ. ലാബ്സ് ഗൂഗിളിൽ നിന്ന് അടിച്ചാൽ മതി. ലാബ് എന്ന് അടിച്ചാലും കിട്ടും. ഇവിടെ എസ് ഇട്ട് കൊടുക്കേണ്ടി വരും. labsgoogle.com എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. labs.google.com. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇങ്ങനത്തെ കുറേ വെബ്സൈറ്റ് ആയിരിക്കും വരുന്നുള്ളത്. അപ്പോൾ കുറേ കാണിക്കും. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തേത് എടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ട്രൈ നൗ എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു Gmail ID വെച്ചിട്ട് ലോഗിൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ Gmail ID ഓൾറെഡി ലോഗിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് Gmail ID ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ Gmail ID വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. അതിൻ്റെ താഴത്ത് കുറേ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്രോംപ്റ്റ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക, നേരെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഇവിടെ താഴത്ത് ഈ ChatGPTയിൽ ബ്ലാക്കാണ് നമുക്ക് ആരോ മാർക്ക് കാണിക്കുക. ഇതിൽ ബ്ലൂ കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്ലൂ കൊടുക്കുക. ബ്ലൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴത്ത് ഇവിടെ ഇത് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടുക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വീണ രാവിലെ മഞ്ഞ് എന്തെല്ലോ ലിറിക്സ് ഓൾറെഡി AI ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 സോങ് ഓൾറെഡി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് ആയപാട് സോങ് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമ്മൾ 50% ആയിക്കഴിഞ്ഞു കേട്ടോ. 2 സോങ്ങാണ് ഒറ്റയടിക്ക് തരിക. അപ്പോൾ ഓൾറെഡി ഒരു സോങ് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് സോങ് ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാട്ടെ എന്ത് സോങ്ങാണ് വരുന്നതെന്ന്. മുത്തുപോലെ ചിരിയിൽ നൂർത്തെളിഞ്ഞപ്പോൾ മദിനിയുടെ ചന്ദ്രൻ ഇറങ്ങിയോ ഭൂമിയിൽ ഇമിൽ. യാ ഹബീബി എൻ ഹൃദയം നിൻ പേരിൽ, യാ റസൂലേ എൻ പ്രാർത്ഥന നിൻ വഴിയിൽ. സ്നേഹത്തിന്റെ മിസ്
സ്വപ്നം നിന്നോടൊപ്പം ജീവിക്കാൻ മാത്രം, നിന്നോടൊപ്പം ജീവിക്കാൻ മാത്രം. കണ്ണിൽ നിറയുന്ന കജൽ വരികൾ, കാതിൽ മുഴങ്ങുന്ന ദഫ്താളങ്ങൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് സോങ്, ഇപ്പോൾ നമുക്കിത് ശരിയായിട്ടില്ല, കുറച്ച് എന്തെങ്കിലും ലിറിക്സിൽ വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ChatGPT പോയിട്ട് നമ്മൾക്ക് ആദ്യം മുതലേ സ്റ്റാർട്ടിങ്ങിൽ റൊമാൻറ്റിക് സോങ് വേണോ അതല്ല നമുക്ക് എന്ത് സോങ് വേണോ, നമുക്ക് വേറൊന്നും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 99% ഓൾറെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി ആ സോങ്ങും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമാണ്, എന്ത് സോങ്ങാണോ നിങ്ങൾക്ക് വേണ്ടത്, സിനിമ സ്റ്റൈൽ വേണോ അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളെ പേര് വെച്ചിട്ട് സോങ് വേണോ അതല്ല നിങ്ങളെ കുട്ടികളെ പേര് വെച്ചിട്ടോ അല്ല എന്തെങ്കിലും നിങ്ങൾ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സോങ് നല്ല അടിപൊളിയായിട്ട് സോങ് നിർമ്മിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ജസ്റ്റ് ഒന്ന് ഇത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടാമത്തെ സോങ്ങും കൂടി ക്രിയേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സോങ്ങും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. മഞ്ഞ് വീണരാവിൽ നീ വന്ന നേരം, മനസ്സിൻ്റെ വാതിൽ തുറന്നോ സഖാവേ റീറയേ. മുത്തുപോലെ ചിരിയിൽ നൂർത്തെളിഞ്ഞപ്പോ മദീനയുടെ ചന്ദ്രൻ ഇറങ്ങിയോ ഭൂമിയിൽ. കണ്ണിൽ നിറയുന്ന കജൽ വരികൾ, കാതിൽ മുഴങ്ങുന്ന ദഫ് താളങ്ങൾ. ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇവിടുന്ന് വേറെ എന്തെങ്കിലും രണ്ടാമതൊന്നും കൂടി റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പകുതിയാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അല്ല ഫുള്ളായിട്ട് വേറെ രൂപത്തിലാക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ, എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്താണ് നമുക്ക് വേണ്ടത് അതുപോലെ ഒന്നും കൂടി ജനറേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത് ഒന്നും കൂടി ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തു തരും കേട്ടോ. മഞ്ഞ് വീണരാവിൽ നീ വന്ന. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ഒന്നും കൂടി നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. MP3യിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ആയിട്ട് ഇവിടെ ടോപ്പിൽ കാണുന്നതായിരിക്കും. ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓൾറെഡി ഡൗൺലോഡ് ആയി എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് സോങ് നിർമ്മിക്കുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് സോങ്ങിന് പറ്റിയ വീഡിയോസോ എങ്ങനെ വേണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസ് നിർമ്മിക്കാൻ പറ്റും. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോയും കൂടി നിർമ്മിച്ചിട്ട് സോങ്ങും വീഡിയോയും എല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു മാപ്പിളപ്പാട്ട് ചാനൽ തുടങ്ങാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ പാട്ട്, സോങ്, മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള ഒരു നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ.